വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റ് കസ്റ്റാർഡ് പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ കോൾഡ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ജലാറ്റിൻ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. ഒരു ഹാഫ് ആൻ അവർ വെച്ചാൽ മതി. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി കൊടുക്കാം. വേറൊരു ചെറിയ പാത്രത്തിൽ 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവർ ഉള്ളതാണത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ചൂടാക്കിയിട്ടുള്ള പാലിലേക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഇതിലേക്ക് ഞാൻ 20 മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചൂടിൽ ഒന്നങ്ങ് ഉടഞ്ഞു കിട്ടിക്കോളും. പിന്നെ ചെറിയ പീസ് അതിൽ കിടക്കുമ്പോൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ജലാറ്റിനും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ടൊരു പുഡിംഗ് ട്രേയിലേക്ക് ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചൂടൊക്കെ ഒന്ന് വിട്ട ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുക. ഒരു 6 to 8 hours തന്നെ ഫ്രിഡ്ജിൽ നിന്ന് കഴിയുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് എല്ലാം പറയാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.